ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 77-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വ്യാജമശിഹായുടെ ആവിർഭാവത്തിൻ്റെ 8-ാമത്തെ ഭാഗം കൂടെയാണ് ഇതിനോട് ചേർത്തിരിക്കുന്നത്. അടുത്ത കാലത്തുണ്ടായ വലിയൊരു പ്രസ്ഥാനമാണ് യൂറോപ്യൻ യൂണിയൻ. 1951 അത് തുടങ്ങി. 1957 റോമിൻ്റെ ഉടമ്പടിയോടുകൂടി യൂറോപ്യൻ കോമൺ മാർക്കറ്റ് സ്ഥാപിച്ചു. ഇതിൽ ധാരാളം രാജ്യങ്ങളെ പെട്ടെന്ന് ചേർന്നു. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ പല രാജ്യങ്ങൾ പിൻവാങ്ങി. ഇപ്പോൾ 12 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ സ്ഥിരമായിട്ടുണ്ട്. ബൈബിൾ പ്രകാരം 10 രാജ്യം മതി. അത് ബൈബിളിലെ പ്രവചനമാണ്. അത് വലിയ താമസമില്ലാതെ ഉടനെ ശരിയാകുകയും ചെയ്യും. ഈ യൂറോപ്യൻ യൂണിയൻ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ രാഷ്ട്രത്തലവന്മാരും ഉന്നത നേതാക്കന്മാരും 6 മാസത്തിൽ ഒരിക്കൽ ഒത്തുചേരുകയും ഇതിൻ്റെ പുരോഗമനമായ കാര്യങ്ങളെ ചിന്തിച്ച് ആ നിലയിൽ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 1999 ജനുവരിയിൽ അവർ കറൻസി ഇറക്കി. അതിൻ്റെ പേര് യൂറോ, EURO. അത് ലോകത്തിലത് ഇറക്കി. അത് വലിയ വിജയമായി അവർക്ക് മനസ്സിലാക്കി. 2002 ജനുവരി മാസം കറൻസിയുടെ പല നോട്ടുകൾ, പല നാണയങ്ങൾ അവരെ പുറത്തിറക്കി. ഈ യൂറോയുടെ കറൻസി പുറത്തിറക്കിയപ്പോൾ അമേരിക്ക ഡോളറിന് കനത്ത വെല്ലുവിളിയായി. അതിനൊരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു. ഇതിപ്പോൾ 12 രാജ്യങ്ങൾക്ക് പുറമെ അനവധി രാജ്യങ്ങൾ ഈ യൂറോ അംഗീകരിക്കുകയും ഡോളറിനെ പോലെ അതെവിടെയും ചെലവഴിക്കത്തക്കവണ്ണം അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇതിൻ്റെ പുറകിലത്തെ ശക്തി മാനുഷിക ശക്തിയോ രാഷ്ട്രീയ ശക്തിയോ അല്ല. ഇത് ഒറ്റ വാക്കി പറഞ്ഞാൽ വരുവാൻ പോകുന്ന അന്തിക്രിസ്തുവിൻ്റെ ആ ശക്തിയുടെ പ്രദർശനമാകുന്നു എന്ന് കേൾവിക്കാരെ ശ്രദ്ധിക്കുക. ഈ അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏക സംസ്കാരികത, ഒരു ഭാഷ, ഒരേ വിദ്യാഭ്യാസം, ഒരേ ഭരണ സമ്പ്രദായം, ഒറ്റ മതം, വേണ്ടി വന്നാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്ഥിരമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അവരെ നമ്മൾ അറിയുന്നത് അവരുടെ വസ്ത്രധാരണ പോലെയാണ്. അവർ ഭൂരിഭാഗവും
അവിടുത്തെ രാജ്യത്തിൻ്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും അവൻ്റെ ഭീഷണിയാൽ ഒരേ വസ്ത്രം അവൻ ആ കാര്യം ക്രമീകരിച്ചിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഉത്തര കൊറിയയിലെ പരമോന്നത നേതാവായിരിക്കുന്ന കിം ജോങ് ഉൻ അവിടെ പുരുഷന്മാർക്ക് 3 രീതിയിലെ മുടി വെട്ടാൻ പാടുള്ളൂ. അല്ല, 4ാമത് വേറൊരു ഭാഷയും കൊണ്ടുവന്നാൽ അവനവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. ഒരു പ്രസിഡന്റ് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നടക്കുന്നല്ലോ. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ലോകം മുഴുവൻ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഭാഗമാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരവില്ല. ആ രാജ്യത്തെ ബൈബിൾ വായിക്കുവാൻ അനുവാദമില്ല. ഇതൊക്കെ ലംഘിച്ചാൽ വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇതാണ് ഉത്തര കൊറിയയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗം നടക്കുമ്പോൾ തന്നെ ഈ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്തെ ലോകത്തിൽ എല്ലായിടത്തും സാധനങ്ങൾക്ക് ഒറ്റ വിലയായിരിക്കും. ഇന്ന് ഓരോ സാധനങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും വെവ്വേറെ വിലയാണ്. അവൻ്റെ ഭരണകാലത്ത് ലോകത്തുള്ള എല്ലാ രാജ്യത്തും സാധനങ്ങൾക്ക് ഒറ്റ വിലയായിരിക്കും. കൂട്ടാൻ പറ്റിയേല, കുറയ്ക്കാൻ പറ്റിയേല. അതെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെ ഒന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ ഇത് 3.5 വർഷം കഴിഞ്ഞ് അവൻ ആരാന്ന് അവൻ്റെ ശക്തി വെളിപ്പെടുത്തും. അവനെ ആരാധിക്കണം, അവൻ്റെ പ്രതിമയെ ആരാധിക്കണം, അല്ല എങ്കിൽ അവർ കൊല്ലപ്പെടും. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ അവനെ ആരാധിക്കും, അവനെ നമസ്കരിക്കും. ലോകത്തിൽ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരാരാധനയാണ് സാത്താൻ്റെ ആരാധന. ഇത് അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിന് മുന്നോടിയായിട്ടുള്ളതായ ഒരു കാര്യമൊന്നും മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ മിക്ക പട്ടണങ്ങളിലും സാത്താൻ്റെ ആരാധനക്കാർ വർദ്ധിച്ചു വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൽ പോയി കുടുങ്ങിയാൽ തിരിച്ചു വരാൻ പറ്റിയല്ല. ഒന്നുകിൽ അവൻ ആത്മഹത്യ, അല്ലെങ്കിൽ മദ്യപാനാസക്തിയാൽ മാരകമായ രോഗത്താൽ മരിക്കും. ആയതിനാൽ നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കയാൽ ഞങ്ങൾ ഒരുങ്ങുവാൻ, ഞങ്ങൾ പോകുവാൻ ഞങ്ങളെ തയ്യാറാക്കണമേ. ഒരു എതിർക്രിസ്തുവിൻ്റെ ഭരണം വരുന്നു. ലോകത്തെ മുഴുവൻ മുച്ചൂട് മുടിക്കുന്നതിന് വേണ്ടി അവൻ വരുന്നു. അതിനു മുമ്പേ നിന്റെ വരവിൽ ഞങ്ങൾ അവിടുത്തെ രാജ്യത്തിൽ വരും. ആ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നും പറയുന്ന ഒരു ഭാഗമാണ് ഭാരതം വലിയ ഉണർവിന് വേണ്ടി, ഒരു കൊയ്ത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. അതിലും രംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.